ഹായ് ഫ്രണ്ട്സ്, 4 ദിവസത്തെ കേപ്പ് ടൗൺ വിസിറ്റിന് ശേഷം ഞങ്ങൾ ജോഹന്നസ്ബർഗിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ്. ഇത് ജോഹന്നസ്ബർഗിൽ നിന്നും 50 കിലോമീറ്റേഴ്സ് നോർത്ത് വെസ്റ്റായി ഗൗട്ടങ് പ്രൊവിൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ആൻസിസ്ട്രൽ റിമെയിൻസ്, അതായത് മനുഷ്യ പൂർവികരുടെ അവശിഷ്ടങ്ങളുള്ള സ്ഥലമാണ്. സൗത്ത് ആഫ്രിക്കയിലെ 8 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിലൊന്നാണ് ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഇവിടെ 13 ഫോസിൽ സൈറ്റ്സ് ആണ് ഉള്ളത്. അതിൽ സ്റ്റേർക്ക് ഫൊണ്ടെയിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലാണ് യുനെസ്കോ ഈ പ്രദേശത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഡിക്ലെയർ ചെയ്തത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻ്റൽ അഫയേഴ്സിൻ്റെ ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മാനേജ്മെൻറ്റ് അതോറിറ്റിക്കാണ് ഈ സൈറ്റിൻ്റെ അധികാരം. മേറോപെങ് വിസിറ്റർ സെൻറ്റർ എന്നാണ് ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഒഫീഷ്യൽ ബിൽഡിംഗ് അറിയപ്പെടുന്നത്. ജോഹന്നസ്ബർഗിൽ നിന്നും പ്രിട്ടോറിയയിൽ നിന്നും ഏകദേശം ഒരുപോലെ ആക്സസ് ചെയ്യാവുന്ന ഡിസ്റ്റൻസിലാണ് മേറോപെങ് വിസിറ്റർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യരാശിയുടെ ഇവല്യൂഷണറി പ്രോസസ്സിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ മ്യൂസിയം. 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ സേപ്പിയൻസ് സ്പീഷീസിൽപ്പെടുന്ന ജീവികൾ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് വിളിക്കപ്പെടുന്ന കുറേ കൂടി വലിയതും വ്യത്യസ്തവുമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി തുടങ്ങി. ഈ മനുഷ്യ സംസ്കാരങ്ങളുടെ പിന്നീടുണ്ടായ വളർച്ചയെയാണ് നമ്മൾ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. ഈ ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേറ്റീവായ കാര്യങ്ങളാണ് നമുക്ക് ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നിന്നും ലഭിക്കുന്നത്. മനുഷ്യൻ്റെ എവല്യൂഷണറി ജേണിയിലേക്കുള്ള എക്സിബിഷൻ ഏരിയയിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിലൂടെയുള്ള ബോട്ട് യാത്രയാണ്. ഇത് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 എലിമെൻറ്റ്സ് ഓഫ് നേച്ചർ, അതായത് പഞ്ചഭൂതങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ആ ചെറിയ ബോട്ട് ജേണിയായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ്. ഡാർക്ക് കേവിലൂടെയുള്ള ബോട്ട് യാത്ര കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഭൂമിക്കടിയിൽ രൂപപ്പെടാറുള്ള ലൈംസ്റ്റോൺ കേവ്സ് ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് സൈറ്റിലും വലിയൊരു ഏരിയ മൊത്തമായി വ്യാപിച്ച് കിടക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഫോർമേഷനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വളരെ ഡീറ്റെയിലായി തന്നെ ഇതോടൊപ്പം ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിരിക്കുന്നു. വളരെ അട്രാക്റ്റീവായിട്ടാണ് ഇവിടെ മോഡൽസും ഡിസ്പ്ലേസും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. സാധാരണ മ്യൂസിയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഡിസ്പ്ലേസ് തൊട്ടുകൊണ്ട് അതിൽ നിന്നും ഇൻഫർമേഷൻ അറിയാവുന്ന രീതിയിലാണ് മിക്കതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ചരിത്രമുണ്ടായതിന് വളരെ മുമ്പ് തന്നെ മനുഷ്യനുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന മനുഷ്യരെ പോലെയുള്ള മൃഗങ്ങൾ ഏതാണ്ട് 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കൂടെയുള്ള മറ്റു ജീവികളിൽ നിന്നും യാതൊരു പ്രത്യേകതയും കാണിച്ചിരുന്നില്ല എന്നതാണ് മനുഷ്യരെക്കുറിച്ച് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1000-ലേറെ ഹോമിനിഡ് ഫോസിൽസും അതിലേറെ ഹോമിനിഡ് സ്പീഷീസും ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് സൈറ്റിലെ ലൈംസ്റ്റോൺ നെറ്റ്വർക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സദേൺ ഏപ്പ് എന്നർത്ഥമുള്ള ആസ്ട്രലോപിത്തക്കസ് എന്നൊരു മുൻകാല ഏപ്പുകളിൽ നിന്നും 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ആഫ്രിക്കയിൽ മനുഷ്യൻ ആദ്യം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇവരിൽ ചിലർ തങ്ങളുടെ സ്വദേശം വിട്ട് നോർത്ത് ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും പോയി താമസിക്കുകയും അങ്ങനെ പല ദിശകളിലും മനുഷ്യരാശിയുടെ എവല്യൂഷൻ സംഭവിക്കുകയും ചെയ്യുകയുണ്ടായി. ആസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കാനസ് എന്ന ഫോസിൽ 1947 ലാണ്
പാലിയന്റോളജിസ്റ്റുകളായ റോബർട്ട് ബ്രൂം, ജോൺ റോബിൻസൺ എന്നിവർ സൗത്ത് ആഫ്രിക്കയിൽ ആദ്യമായി കണ്ടെത്തിയത്. ഈ ഫോസിലിന് ഏതാണ്ട് 2.3 മില്യൺ വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്നു. ഇത് കണ്ടെത്തിയ സ്റ്റേർക്ക്ഫോണ്ടെയിൻ കേവ്സ് ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് സൈറ്റിൽ പെടുന്ന നേരത്തെ പറഞ്ഞ ലൈംസ്റ്റോൺ കേവ്സിൻ്റെ വലിയൊരു കോംപ്ലക്സ് തന്നെയാണ്. ഇത് കൂടാതെ ധാരാളം ഹോമിനിഡ് ഫോസിൽസ് സ്റ്റേർക്ക്ഫോണ്ടെയിൻ കേവ്സിൽ നിന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. നമ്മുടെ ബ്രെയിൻ എങ്ങനെ വികസിച്ചു? ഭാഷ എങ്ങനെ ഉണ്ടായി? ആദ്യമായി മനുഷ്യർ തീ ഉപയോഗിച്ചത് എപ്പോഴാണ്? ഭാവിയിൽ ഒരു സ്പീഷീസ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ റിസ്കുകളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചെല്ലാം ഡിസ്പ്ലേസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റോൺ ഏജിൽ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ആൻഡ് ടെക്നോളജിയെക്കുറിച്ചുള്ള ഡിസ്പ്ലേകളും ഇവിടെയുണ്ട്. ഇവിടെയുള്ള 13 ഫോസിൽ സൈറ്റുകൾ എല്ലാം തന്നെ പബ്ലിക്കിന് ഓപ്പൺ അല്ല. ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനുഷ്യരാശിയുടെ എവല്യൂഷനെക്കുറിച്ചുമുള്ള ഒരു അവയർനെസ് പബ്ലിക്കിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു സെൻറ്റർ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. മാരോപ്പിംഗ് സെൻറ്റർ 2006 എംഫതി മൊറോജലെ എന്ന ആർക്കിടെക്റ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ ഐഡിയോളജിയിൽ നിന്ന് വന്ന പ്രകൃതിയുമായിട്ടുള്ള യൂണിറ്റിയാണ് ഈ 13 ഫോസിൽ സൈറ്റുകളെയും മാരോപ്പിംഗ് സെൻറ്ററിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓർഗാനിക് യൂണിറ്റി. ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഏതാണ്ട് 47,000 ഹെക്ടേഴ്സ് ലാൻഡാണ്. ഇതിൽ ലൈംസ്റ്റോൺ കേവ്സിൻ്റെ ഒരു വലിയ കോംപ്ലക്സ് സിസ്റ്റം തന്നെയുണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കയുടെ ഫോസിൽ ഹോമിനിഡ് സൈറ്റ്സ് എന്ന പേരിലാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള പുൽമേടുകളുമായി വളരെയേറെ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ മാരോപ്പിംഗ് സെൻറ്റർ. അതിപുരാതനമായ ഒരു ബെറിയൽ മൗണ്ട് അല്ലെങ്കിൽ ശ്മശാനക്കുന്നായ ട്യൂമിലസിനോട് സാദൃശ്യമുള്ള ഒരു ഗ്രാസ് കവർ ചെയ്ത സ്ട്രക്ചർ. അതേസമയം ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്പേസ് ഷിപ്പിൻ്റെ രൂപവുമുണ്ട്. ട്യൂമിലസിൻ്റെ മറ്റൊരു വശം ഗ്ലാസിൻ്റെയും സ്റ്റീലിൻ്റെയും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡിംഗ് എന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്പീഷീസ് എന്ന നിലയിൽ നമ്മൾ എത്രത്തോളം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സിമ്പിളാണ്. മാരോപ്പിംഗ് ബിൽഡിംഗ് പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പുരാതന ബെറിയൽ മൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഫസാഡ് പിന്നീട് ഹൈടെക് ഫ്യൂച്ചറിസ്റ്റിക് ഫസാഡായി ബാക്ക് സൈഡിൽ എക്സിബിഷൻ സ്പേസിൻ്റെ എക്സിറ്റായി മാറുന്നു. മനുഷ്യരാശിയുടെ ഇവല്യൂഷണറി പ്രോസസ്സിൻ്റെ സിമ്പലായി ബെറിയൽ മൗണ്ടും മനുഷ്യൻ എത്രത്തോളം മുന്നോട്ട് പോയി എന്നതിൻ്റെ സിമ്പലായി സ്പേസ് ഷിപ്പും ആണ് ആർക്കിടെക്റ്റ് കൺസെപ്ച്വലൈസ് ചെയ്തിരിക്കുന്നത്. റിട്ടേണിംഗ് ടു ദ പ്ലേസ് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനത്തേക്ക് മടങ്ങുന്നു എന്നാണ് മാരോപ്പിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. സൗത്ത് ആഫ്രിക്കയിലെ 11 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഒന്നായ സെറ്റ്സ്വാനയിലെ ഒരു വേർഡാണ് മാരോപ്പിംഗ്. ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ മാരോപ്പിംഗ് വിസിറ്റർ സെൻറ്റർ 14 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിൻ്റെ ഉത്ഭവത്തിൽ നിന്നും ഇന്ന് കാണുന്ന ലോകത്തേക്കുള്ള അതിശയിപ്പിക്കുന്ന ഒരു യാത്ര തന്നെയാണ്.